ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അവിയൽ സാധാരണ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഇട്ട് കുക്ക് ചെയ്ത് അരപ്പൊക്കെ ചേർത്ത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ വെക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾ 5 മിനിറ്റിലാണ് ഈ അവിയൽ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ വിചാരിക്കുക 5 മിനിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരുന്നു. പക്ഷേ ഈ അവിയലിന് ഒരു വ്യത്യാസം വരില്ല. നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന അതേ അവിയലിൻ്റെ ടേസ്റ്റിൽ തന്നെ 5 മിനിറ്റിൽ നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ടപ്പേന്ന് ഈ അവിയൽ റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ അവിയൽ ചെയ്യാൻ എന്തൊക്കെ പച്ചക്കറികളാണ് വേണമെന്ന് നോക്കാം. അപ്പോൾ പച്ചക്കറിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്, നമ്മൾ കറിക്കായ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളരിയുടെ കുറച്ച് പോർഷൻ, ഒരു ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, ഒരു പടവലം, ഒരു കത്തിരിക്ക, വഴുതനങ്ങ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചേനയുടെ കുറച്ച് പോർഷൻ, പിന്നെ ഒരു ഉള്ളി സവാള ഉണ്ടല്ലോ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ഉള്ളി ചേർക്കാറില്ല അവിയലിന്. അപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് പച്ചക്കറി കൂടാതെ നമുക്ക് എന്തൊക്കെയാണ് വേണമെന്ന് നോക്കാം. ഇതിൻ്റെ അരപ്പിനായിട്ട് നമുക്ക് തേങ്ങ വേണം. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് തേങ്ങ നോക്കി എടുക്കണം. ഒരുപാട് ഇളവൻ തേങ്ങ ആവരുത്, അതുപോലെ തന്നെ നല്ല പഴുത്ത തേങ്ങ ആവരുത്. നല്ല ഫ്രഷ് തേങ്ങ നോക്കിയിട്ട് എടുക്കുക. പിന്നെ 5 പച്ചമുളക്, പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില, അതും കറിവേപ്പിലയൊക്കെ നല്ല ഫ്രഷ് കറിവേപ്പില നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അവിയലിന് നമ്മൾ സാധാരണ നീളത്തിലാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ ഞാനും എല്ലാ വെജിറ്റബിൾസും നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 5 പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ 2 എണ്ണം നമ്മൾ അരപ്പരയ്ക്കുന്ന ടൈമിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 എണ്ണം അല്ലാതെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങക്കായൊക്കെ ഒന്ന് പിളർന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ അവിയലിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3/4 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 കൊച്ചുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുക. അപ്പോൾ ചിലർ വെളുത്തുള്ളി ചേർക്കാറില്ല, ഞങ്ങൾ സാധാരണ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒന്നും ചേർക്കാതെ ഇതൊന്ന് മിക്സിയിൽ ചാലിട്ടൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് ബാക്കി ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ 5 പച്ചമുളകിൽ 3 എണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2 പച്ചമുളകും കൂടി ഇതിനോട് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം. നമ്മുടെ അരപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഇട്ടതിന് ശേഷം കൂടുതൽ നേരം അരയ്ക്കാതെ കേട്ടോ. പച്ചമുളക് ഒന്ന് ചതഞ്ഞ് വരുന്ന പരുവേ ആവാമുള്ളൂ. ബാക്ക് ബട്ടൺ യൂസ് ചെയ്ത് 1-2 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് ഈ അവിയൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഓർഡറൊന്നുമില്ല കേട്ടോ, വേവ് കൂടിയത് വേവ് കുറഞ്ഞത് അങ്ങനെയൊന്നുമില്ല. എല്ലാ വെജിറ്റബിൾസും കൂടി ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരപ്പ് എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടതിന് ശേഷമാണ് കുക്ക് ചെയ്യുന്നത്. നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു വിസിൽ ഏൽപ്പിക്കുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അവിയലിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമ്മൾ അരപ്പ് അരയ്ക്കുന്ന ടൈമിൽ അതിനോടൊപ്പം വേണമെങ്കിലും ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തൈരാണ്. അപ്പോൾ ഞാനിവിടെ 2.5 സ്പൂണോളം തൈര്, 2.5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈര് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മളിത് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ പീസൊന്നും ഉടഞ്ഞു പോകാതെ ഇരിക്കാനാണ് നമ്മൾ തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ അരപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് പീസിലൊക്കെ പിടിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വരാനുള്ള വെള്ളം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് വെള്ളമായി പോയാൽ കുഴഞ്ഞു പോകും അവിയൽ. അപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒറ്റ വിസിൽ, അത് മതി, ഒറ്റ വിസിൽ കേൾക്കുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിൽ കേൾപ്പിച്ച് ഫുൾ പ്രഷർ പോയതിന് ശേഷം നോക്കാം. ഇപ്പോൾ നമ്മളുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. പ്രഷറൊക്കെ പോയി നമ്മളുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, പീസൊന്നും അധികമൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കറക്റ്റായിരുന്നു നമ്മൾ വെച്ച വെള്ളം. കണ്ടോ, അല്ല അടിപൊളി അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ 1 സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലോട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 2-3 റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓണം സ്പെഷ്യൽ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.